നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നാനി മുതൽ കുറ്റിപ്പുറം വരെയുള്ള റോഡിൻ്റെ അവസ്ഥകളാണ്. അപ്പോൾ ഇപ്പോഴത്തെ വഴികളൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ റോഡ് വർക്ക് നടക്കണ കാരണം മഴയും ഇതൊക്കെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവിടെ നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ സ്ലിപ്പ് ചെയ്തിട്ട് വിടാനും ഒക്കെ സാധ്യതയുണ്ട്. ബൈക്കുകാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുക. മറ്റുള്ള വണ്ടികൾക്കൊക്കെ വലിയ കുഴപ്പമില്ല, അധികം ഓവർ സ്പീഡ് വെച്ചിട്ടൊന്നും നമുക്ക് പോകാണ്ടിരിക്കുക. ചില ഏരിയയിലൊക്കെ വർക്ക് ഇങ്ങനെ പൂർത്തിയായിട്ട് ഇരിക്കുന്നുള്ളൂ. ചില ഭാഗങ്ങളിലൊക്കെ 100% പണി കഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ വളരെയധികം പണി കുറവായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ മഴ പെയ്തിട്ടുള്ള ചെളി ഭാഗങ്ങളൊക്കെ ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സ്ലിപ്പിങ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ചില ഭാഗത്ത് ഗട്ടറൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഒക്കെ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ മുന്നോട്ട് പോകാം. പാതകൾക്കും കാതകൾ ചൊല്ലുന്നു, മൂടൽ മഞ്ഞിൽ കണ്ട് സുന്ദര തൂണുകൾ, ചിരിച്ച കീഴിൽ കവിളിൽ മറഞ്ഞ ചോണവൾ, ഓർമ്മയിൽ നിന്നും പുതിയതിലേക്ക് പക്കം ജോസോസിന് കാക്ക പറയുന്നു നമ്മളേക്ക്. റോഡിൽ സഞ്ചരിക്കാം, സംസാരമില്ലതാനും ഹൃദയ പുൽകിതം, കേരളത്തിൻ അഭിമാനം പാതയാണിവൾ, ഏകാമാനം പാട്ടാണീ വഴികൾ. സന്തോഷക്കുറിയും വീശുന്ന പറവയോ, മനത്തിൽ പണികൊരുമാ പാതയോ, ഇവിടം വിട്ടു പോകാൻ മനസ്സില്ല സിനിമയോ, ഈ കൽച്ചോ സിന്ധിക്ക സുന്ദര. ചില ഭാഗങ്ങളൊക്കെ വളരെയധികം ടാറിങ്ങും ഒക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ലൈനും കാര്യങ്ങളും എല്ലാം വരക്കൽ കഴിഞ്ഞ് നമുക്ക് എന്താണെന്നറിയോ, NH66 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ വലിയൊരു സ്വപ്നം തന്നെയാണ്. കാരണം വെച്ചാൽ എന്തൊരു സുഖമാണെന്ന് യാത്ര ചെയ്യാനെന്നറിയോ. നമുക്ക് പിന്നെ ഓവർ സ്പീഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്കിപ്പോൾ തീരുമാനിക്കാൻ പറ്റില്ല. അവരേതായ ഒരു കണക്കുണ്ടാവും. അപ്പോൾ ആ കണക്കിൽ 120 ആവും എന്നൊക്കെ തോന്നണു. പക്ഷേ എന്നാലും നമ്മൾ 80 സ്പീഡ് 100 സ്പീഡൊക്കെ നമുക്ക് ആവണത് നമുക്ക് അറിയില്ല. കാരണം വെച്ചാൽ അത്രയും സ്മൂത്ത് റോഡായതുകൊണ്ട് നമുക്ക് സ്പീഡ് കൂടണത് നമുക്ക് അറിയില്ല. ഇപ്പോൾ ക്യാമറക്ക് ഒന്നും ചാലും ഇല്ലാത്തതുകൊണ്ട്, കാരണം വെച്ചാൽ ക്യാമറകളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും ആക്റ്റീവായിട്ടില്ലാത്തതുകൊണ്ട്. പക്ഷേ റോഡ് പൂർത്തിയായതിന് ശേഷമാണെങ്കിൽ ക്യാമറ ഒക്കെ കിട്ടുമ്പോൾ നല്ല ഇട്ടിൻ്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ചില ആൾക്കാർ ഇതിൻ്റെ മേലക്കൂടെ ചാടി കടന്നിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഒരു 2 ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ചില സ്ഥലങ്ങളിൽ വർക്ക് കഴിയാത്ത സ്ഥലങ്ങളിലൊക്കെ റോഡിൽ വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അതുപോലെ ഓപ്പോസിറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക, അതൊക്കെയാണ് എനിക്ക് പറയാൻ. യാത്രി എഴുതി പൊന്മയാടി ചേരും ഫ്രഷ് മോഡലിൽ തരും പന്ത ചിത്രം മനസ്സിലേക്ക്, കേരളത്തിൻ്റെ മനോരമയാം വരികൾ പറയുക ഒരു കഥ, എന്നോടുമ്പോഴേ ആ സന്ദേശം മനസ്സിലേക്ക്, പുതിയൊരു ഭാവമുള്ള പാതയായ കനവുണ്ടായി പാങ്ങലായി എൻ്റെ ഉണ്ണിക്കുത്തേനൻ മനസ്സിലും അമ്മയെന്നിൻ എല്ലാ
കുറ്റിപ്പുറം എത്തനാട്ടി മുന്നേ തന്നെ അവിടെ ഒരുപാട് നമുക്ക് സൈഡിൽ കൂടെ ഉള്ള റോഡുകളും അതുപോലെ തന്നെ അവിടെ റൗണ്ട് അബൌട്ടും ഇതൊക്കെ അവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. പിന്നെ സൈഡിൽ ബൈപ്പാസ് റോഡ് കണ്ടില്ലേ മേലെ കൂടെ പോണത്, അതുപോലെ അവിടെ വളരെ രസകരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ പാലം അത്യാവശ്യം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പാലം ഓപ്പൺ ആക്കിയിട്ടില്ല. പിന്നെ അതുപോലെയൊക്കെ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ റോഡ് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പണി കഴിഞ്ഞ് ഒരു 50% പണി കഴിഞ്ഞിട്ടുണ്ട്, ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ പണികളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒരുപാട് ഒരു സന്തോഷം തന്നെയാണ് ഈ NH66 ഒരു യാത്ര എന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇനി പാലം ഒക്കെ ഒന്ന് കണ്ടുവരാം. നടക്കും യാത്ര എല്ലാവർക്കും ഇഷ്ടം വരുമല്ലോ. പൂർവികതയോർത്തു കഴുകുന്നു പുതിയ ഭാവം വസിഷ്കച്ചേരും. അപ്പം നമ്മളെ ഈ NH66 വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.